നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നോ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുത്തിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. നമ്മൾ ഒരു ബാങ്കിൽ പോയി വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോഴായിരിക്കാം നമ്മൾ ആദ്യമായിട്ട് എന്താണ് സിബിൽ സ്കോർ എന്ന് കേൾക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് സിബിൽ സ്കോർ, എങ്ങനെയാണ് സിബിൽ സ്കോർ കുറയുന്നത്, എങ്ങനെയാണ് സിബിൽ സ്കോർ കൂട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ വായ്പ എടുക്കുമ്പോൾ സിബിൽ സ്കോർ എന്തുമാത്രം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും, അതുപോലെ സിബിൽ സ്കോറും ക്രെഡിറ്റ് സ്കോറും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്, നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾ വായ്പ എടുത്തിട്ടില്ലെങ്കിലും കുറയാൻ സാധ്യതയുണ്ട്, അതിന്റെ കാരണങ്ങൾ എന്തുവാണ്, അതുപോലെ തന്നെ എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം തുടങ്ങിയ കംപ്ലീറ്റ് വിവരങ്ങളാണ് സിബിൽ സ്കോറിനെ കുറിച്ച് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇതുപോലെ അനേകം സാമ്പത്തികപരമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എൻ്റെ പേര് ക്ലിൻസ് രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. സിബിൽ സ്കോർ എന്നത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക ജാതകമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ആ വ്യക്തി ഏതെല്ലാം ഒരു ബാങ്കിൽ നിന്നോ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുത്തിട്ടുണ്ടോ, ഏതെല്ലാം വായ്പകൾ കൃത്യമായി തിരിച്ചടച്ചിട്ടുണ്ട്, കൃത്യമായി തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ എന്തുമാത്രം പെൻഡിങ് വരുത്തിയിട്ടുണ്ട്, അതുപോലെ നമ്മൾ ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സിബിൽ റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നമുക്ക് എന്തുമാത്രം പെൻഡിങ് വന്നിട്ടുണ്ടോ അത് ബാങ്ക് നിയമ നടപടി നമുക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. എടുത്ത വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അഥവാ വൺ ടൈം സെറ്റിൽമെന്റ് വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ വായ്പ എഴുതി തള്ളയിട്ടുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഒരു സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ എഴുതി തള്ളുന്നതും അതുപോലെ തന്നെ വൺ ടൈം സെറ്റിൽമെന്റ് അഥവാ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വായ്പ ക്ലോസ് ചെയ്തവർക്ക് പല പ്രശ്നങ്ങളും പിന്നീട് നേരിടും. അത് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. പലരുടെ സംശയമാണ് സിബിൽ സ്കോറും ക്രെഡിറ്റ് സ്കോറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് ഒന്നാണോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. ഒരു വ്യക്തി വായ്പ എടുത്തിട്ടുണ്ടോ, ആ വായ്പകളെല്ലാം കൃത്യമായിട്ട് തിരിച്ചടച്ചു തുടങ്ങിയ രേഖകളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ്ഡ് ആയിട്ട് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന 4 ബ്യൂറോസ് ആണ് ഇന്ത്യയിലുള്ളത്. ആണ് ട്രാൻസ് യൂണിയൻ, സിബിൽ, എക്സ്പീരിയൻ, ഇക്യോഫിക്സ്, ക്രിഫ്, ഹൈമാക്സ് എന്ന 4 ബ്യൂറോസ്. ഈ 4 ബ്യൂറോസ് ആണ് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് പ്രൊഫൈൽ തയ്യാറാക്കുന്നത്. ഇതിൽ പ്രമുഖ ബാങ്കുകളും പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും പരിഗണിക്കുന്നത് ട്രാൻസ് യൂണിയൻ സിബിൽ എന്ന കമ്പനിയുടെ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ബ്യൂറോയുടെ റിപ്പോർട്ടാണ്. ട്രാൻസ് യൂണിയൻ സിബിൽ എന്ന് പറയുന്നത് സിവിൽ ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സിബിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ സിബിൽ എന്ന കമ്പനി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയാണ് സിബിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഈ സിബിൽ സ്കോർ 300-നും 900-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ് സിബിൽ സ്കോർ. നമ്മുടെ സിബിൽ സ്കോർ 700-ന് മുകളിലാണെങ്കിൽ അതൊരു നല്ല സിബിൽ സ്കോർ ആണെന്ന് പറയാൻ സാധിക്കും. അത് നമ്മൾ എടുത്ത വായ്പകളൊക്കെ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ കൂടി 700-ന് മുകളിലോട്ട് വരും. അത് നല്ലൊരു സിബിൽ സ്കോർ എന്ന് പറയാൻ സാധിക്കും. എന്നാൽ നമ്മുടെ സിബിൽ സ്കോർ 700-ന് താഴെയാണെങ്കിൽ മിക്ക ബാങ്കുകളും നമുക്ക് വായ്പ നൽകത്തില്ല. ബാങ്ക് മാത്രമല്ല, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം നമുക്ക് വായ്പ നൽകത്തില്ല. ഒരു 750-ന് മുകളിലാണ് നിങ്ങളുടെ സിബിൽ സ്കോർ എങ്കിൽ അതൊരു പെർഫെക്റ്റ് സിബിൽ സ്കോർ എന്ന് പറയാൻ സാധിക്കും. ഏതൊരു ബാങ്ക് നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് വായ്പ നൽകും, മറ്റെല്ലാം ഓക്കെ ആണെങ്കിൽ. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ വായ്പ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ രേഖപ്പെടുത്തത്തില്ല, അവിടെ നില്ലെന്ന് കാണിക്കും. അത് കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്കും വായ്പ ലഭ്യമാകും. എന്നാൽ ചിലരുടെ ഒരു സംശയമാണ്, ഞാൻ ഇതുവരെയായിട്ട് വായ്പ എടുത്തിട്ടില്ല എന്നിട്ടും എൻ്റെ സിബിൽ സ്കോർ കുറയാനുള്ള കാരണം എന്താണെന്ന്. അതിനുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം. ചിലവരുണ്ട്, കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒരു വായ്പയ്ക്ക് ജാമ്യക്കാരായിട്ടോ കോ ആപ്ലിക്കൻ്റായിട്ടോ നിൽക്കാൻ പറഞ്ഞ ഉടൻ പോയി ഒപ്പിട്ട് കൊടുത്ത് ആധാർ കാർഡും പാൻ കാർഡും കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കോ ആപ്ലിക്കൻ്റായിട്ട് ജാമ്യക്കാരായിട്ട് നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ആ വായ്പ എടുക്കുന്നതിന് തുല്യമായിട്ടാണ് നിങ്ങൾ ഒരു കോ ആപ്ലിക്കൻ്റ് ജാമ്യക്കാരനായിട്ട് നിൽക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ വായ്പ കൈപ്പറ്റിയ ആൾക്ക് നിങ്ങൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ വരെ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ സിബിൽ സ്കോർ കുറയാനുള്ള കാരണം നിങ്ങൾ ആർക്കെങ്കിലും ജാമ്യക്കാരായിട്ടോ അല്ലെങ്കിൽ കോ ആപ്ലിക്കൻ്റായിട്ടോ നിന്നിട്ടുണ്ടാവും. ഇനി സിബിൽ സ്കോർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുത്ത വായ്പകൾ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സിബിൽ സ്കോർ കൂടിയാൽ നിങ്ങൾ എന്തുമാത്രം പെൻഡിങ് വരുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിബിൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇതിനോടകം തന്നെ. അത് നിങ്ങൾ പിന്നീട് വായ്പ എടുക്കാൻ പോകുമ്പോൾ ആ ധനകാര്യ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ബാങ്കിന് മനസ്സിലാവും നിങ്ങൾ ഇത്ര പെൻഡിങ് വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ. എന്നാൽ വൺ ടൈം സെറ്റിൽമെന്റും അതുപോലെ തന്നെ നിങ്ങളുടെ വായ്പ എഴുതി തള്ളിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു വായ്പ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ ഇന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അഥവാ വൺ ടൈം സെറ്റിൽമെന്റ് വഴിയാണ് വായ്പ ക്ലോസ് ആകുന്നത്. ഇങ്ങനെ ക്ലോസ് ആകുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ സിബിൽ റിപ്പോർട്ടിൽ അവരൊരു ബ്ലാക്ക് ലിസ്റ്റ് പോലെയാണ് വന്നുപെടുന്നത്. അങ്ങനെയുള്ളവർക്ക് പിന്നീട് ഒരു രീതിയിലുള്ള വായ്പയും ലഭ്യമാകാതെ വരും. കാരണം അവരുടെ സിബിലിൽ വളരെ കുറവുണ്ടാവും. അതൊരു റിപ്പോർട്ടായിട്ട് അവിടെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും. കാരണം ഈ വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് 3
ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുത്തത്. തിരിച്ചടവ് എല്ലാം കൂടെ കൂടി പലിശ എല്ലാം ഉൾപ്പെടെ അതൊരു 5 ലക്ഷമായിരുന്നു കണക്കാക്കുക. അപ്പോൾ ബാങ്ക് നമ്മളോട് വിളിച്ച് പറയും കോടതി മുഖേന ഈ 5 ലക്ഷം നിങ്ങൾ അടയ്ക്കേണ്ട, പകരം 4 ലക്ഷം രൂപ അടച്ചാൽ മതി, 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇളവ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ പോയി അത് 4 ലക്ഷം രൂപ അടച്ച് നമ്മൾ വൺ ടൈം സെറ്റിൽമെന്റ് പ്രകാരം ലോൺ ക്ലോസ് ആവും. പക്ഷെ 1 ലക്ഷം രൂപ ബാങ്കിന് നഷ്ടമാണ് പലിശ. അപ്പോൾ ബാങ്ക് ഇത് സിബിൽ റിപ്പോർട്ട് ചെയ്യുകയും നാളെ നമുക്ക് വായ്പ എടുക്കുമ്പോൾ പ്രശ്നമാവുകയും ചെയ്യും. അതുകൊണ്ട് വൺ ടൈം സെറ്റിൽമെന്റ് അതോ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, അതുപോലെ തന്നെ നിങ്ങളുടെ വായ്പ എഴുതി തള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു വായ്പ ലഭ്യമാകാൻ വളരെ സാധ്യത കുറവാണ്. നിങ്ങൾക്കെങ്കിൽ സിബിൽ എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സിബിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ പോയി നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഫീസ് അടച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ലൈവായിട്ട് കാണിക്കാം. അതിന് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ചെക്ക് സിബിൽ സ്കോർ എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചെക്ക് യുവർ സിബിൽ സ്കോർ അറ്റ് നോ കോസ്റ്റ്. ഇതിന് 1 രൂപ പോലും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റ് സിബിൽ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണം വെച്ചിട്ട് അവർക്ക് നൽകേണ്ടി വരും. ഇവിടെ 1 രൂപ പോലും നമുക്ക് മടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ചെക്ക് യുവർ സിബിൽ സ്കോർ അറ്റ് നോ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ, ഇറ്റ് ടേക്സ് ലെസ് ദാൻ എ മിനിറ്റ്. 1 മിനിറ്റ് താഴെ നമുക്കാകത്തുള്ളൂ ഇത് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാൻ. ഇത് കേട്ടോണ്ട് പോയി ചെക്ക് ചെയ്യില്ല. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യുക. യുവർ സിബിൽ സ്കോർ ഡസ് നോട്ട് ഡിക്രീസ് ആഫ്റ്റർ യു ചെക്ക് ഇറ്റ്. ഗൂഗിൾ പേ ഡസ് നോട്ട് ഷെയർ ക്രെഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ വിത്ത് എനി തേർഡ് പാർട്ടി. ഗൂഗിൾ പേ ഒരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് നമ്മളുടെ ഈ റിപ്പോർട്ട് കൊടുക്കാറുമില്ല. അതുപോലെ തന്നെ ഇത് ചെക്ക് ചെയ്താൽ നമ്മുടെ സിബിൽ സ്കോർ കുറയത്തുമില്ല എന്നാണ് ഇവിടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ ചെക്ക് യുവർ സിബിൽ സ്കോർ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ഒറിജിനൽ സിബിലാണ്. നമ്മൾ മറ്റ് ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഒറിജിനൽ സിബിൽ കിട്ടത്തില്ല. എന്നാൽ ഇത് ഒറിജിനൽ സിബിലിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതാണ് കാര്യം മനസ്സിലാക്കിയേക്കണം. ഇത് തന്നെയാണ് ബാങ്കുകളും ചെക്ക് ചെയ്യുന്നത്. നമ്മൾ വായ്പ എടുക്കാൻ മുമ്പ് ഈ റിപ്പോർട്ട് തന്നെയാണ് ബാങ്കും ചെക്ക് ചെയ്യുന്നത്. ഇവിടെ പാൻ കാർഡും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ നമ്പർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാൻ കാർഡിൽ എന്തുവാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് വായിക്കണം. ബൈ കണ്ടിന്യൂയിങ് ഐ ഓതറൈസ് ഗൂഗിൾ പേ ടു സെൻഡ് ദിസ് ഇൻഫർമേഷൻ ടു യു സിബിൽ വിയ പ്രൈവറ്റ് ആൻഡ് സെക്യൂർഡ് സർവീസ് ടു ഫെച്ച് മൈ ക്രെഡിറ്റ് റിപ്പോർട്ട് ആൻഡ് എഗ്രി ടു. അതായത് നമ്മളുടെ റിപ്പോർട്ട് റിക്വസ്റ്റ് ഇവർ സിബിലിന് കൊടുക്കുകയാണ്. എഗ്രി ചെയ്ത് കഴിയുമ്പോൾ ഫെച്ച് യുവർ സിബിൽ സ്കോർ ദിസ് മേ ടേക്ക് ഫ്യൂ സെക്കൻഡ്സ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഉടൻ തന്നെ നേട്ടം നമ്മുടെ സിബിൽ സ്കോർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സിബിൽ സ്കോർ ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സിബിൽ സ്കോറിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.